മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അത് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ അമ്മയെപ്പോലെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗന സ്നേഹത്തോടെ ദൈവ തിരുസന്നിധി ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടവളായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായാലേ, അതായത് നീ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് വെച്ചാൽ നിൻ്റെ ഓരോ വിഷയങ്ങൾക്കും പൈതൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദാറ്റ്സ് ഓക്കെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. ഇപ്പോൾ 8:16 റോമാലേഖനത്തിൽ പറയണത് ദൈവാത്മാവിനാൽ പറഞ്ഞേ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതൊരു ആശയപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും അതാണ് എൻ്റെ ശരി. പക്ഷെ പ്രയോഗത്തിലെ വേറെ ഒരു ദൈവ പൈതലുണ്ട്. പ്രയോഗത്തിലെ ഒരു പൈതലിൻ്റെ പ്രശ്നം എന്താ? ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് അവന് 1.5 വയസ്സേ ഉള്ളൂ. അവൻ ഇങ്ങനെ ജലദോഷം വന്ന് മൂക്കടച്ചിരിക്കണം വിചാരിച്ചോ? അപ്പോഴും കുഞ്ഞ് പറയുക എൻ്റെ മൂക്കടച്ചിരിക്കുകയാണ്, ഒന്ന് ചിരി തരാൻ പറയുക. ഒരു വയസ്സുകാരൻ പറയുക എന്നെ പറയത്തില്ല. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാകും. അമ്മയടുത്ത് ആ മൂക്കും കൊണ്ട് വരും. അവരിങ്ങനെയൊക്കെ കാണിച്ചിട്ട് അമ്മയടുത്ത് വരും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അടഞ്ഞിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ അമ്മ അതിൻ്റെ അടുത്ത് പിഴിഞ്ഞ് കൊടുക്കും. ഇല്ലേ? ദാറ്റ് മീൻസ് ഇതൊരു പൈതലാണ്. അവൻ്റെ മൂക്ക് ചീറ്റണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷെ അവനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവൻ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അറിയത്തില്ല. ശ്വാസം മുട്ടുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ഹിം വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം. നമുക്ക് സംഭവിക്കാം. എന്തൊരു കുഴപ്പമുണ്ട്, എന്താണ് നമുക്കറിയത്തില്ല. അപ്പോൾ അവൻ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും ഇത് മൂക്കള കയറിയിരിക്കുകയാണ്, ചീറ്റി കൊടുക്കണമെന്ന് പറയും. ഇതൊരു പൈതൽ അങ്ങനെയാണ്. നിസ്സാര മൂക്ക് ചീരണ കാര്യങ്ങൾക്ക് പോലും അമ്മയെ ആശ്രയിക്കും. ഇങ്ങനെയാണ് പൈതൽ ജനിക്കണത്. ദൈവ പൈതൽ അങ്ങനെയാണ്. ഇപ്പം നിനക്ക് പൈസ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ കലൂർ ടൗണിൽ പോയി തക്കാളി വാങ്ങിക്കാം, അല്ലെങ്കിൽ അരി വാങ്ങിക്കാം. അതിന് നിനക്ക് വണ്ടിയുണ്ട്, വണ്ടി പെട്രോളുണ്ട്, ഓടിക്കാൻ നിനക്കറിയാം, ലൈസൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ എന്നാലും നീ ദൈവ പൈതലാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകും. അവിടെയാണ് പ്രശ്നം. ദൈവ പൈതൽ അല്ലെങ്കിൽ ഞാൻ കാശുണ്ട്, എൻ്റെ കാശുണ്ട്, ഞാൻ വേറെ എടുത്ത കാശാണ്, എനിക്ക് പെട്രോളുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ എന്താ ദൈവത്തോട് പറയണത്? ഇതാണ് ജഡിക പൈതൽ എന്ന് പറയുന്നത്. ജഡിക പൈതൽ ഒരു കാര്യം ദൈവത്തോട് പറയത്തില്ല. ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളും അവനെ അറിയാവുന്ന കാര്യം പോലും ചെയ്യാവുന്ന കാര്യം പോലും ദൈവത്തോട് പറയും. ഇതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാ കാര്യവും പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. അല്ല, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥനയല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പണമില്ലെങ്കിൽ മാത്രം അപ്പൻ്റെ അടുത്ത് വരികയും പണം ഉള്ളപ്പോൾ കൂട്ടുകാരത്ത് പോവുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നീ ജാരസന്തതിയാണ്. അതാണ് പ്രശ്നം. നമുക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ മാത്രം അപ്പനെ അമ്മനെ വേണം, ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പനും അമ്മയെ തിരക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻസ് പ്രശ്നമുണ്ട്. റിലേഷൻ എന്ന് പറയുമ്പോഴേ ദൈവവുമായിട്ടുള്ളത് റിലേഷനാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നത്, ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയപ്പോഴേ ഞാൻ ഒരു കാര്യത്തിനോട് പറയാം, ഒരു രഹസ്യം പറയാം. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനാകേ ഉള്ളൂ. അത് നല്ല പുണ്യം കിട്ടുന്ന ജോലിയൊന്നല്ല പ്രശ്നം. ഇത് വേറൊരു വിഷയമുണ്ട്. അപ്പോൾ ചിന്തിച്ചാൽ പിടികിട്ടാത്തൊരു വിഷയമുണ്ട്. ചിന്തിച്ചാൽ പിടികിട്ടാത്ത വിഷയം എന്ന് പറയണത്
ഇതൊരു കമ്മിറ്റ്മെൻറ്റ് പ്രശ്നമാണ്. നമ്മൾ ദൈവത്തെ ഒരിക്കൽ മനസ്സിലാക്കിയ നമ്മൾ ലൈഫ് അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം ഒരു ഞാൻ ദൈവത്തോട് ഈ ജന്മം കൊണ്ട് നന്ദിയുള്ളവനാണ്. എന്ന് കാരണം എനിക്ക് ബോധവും അത്ര അറിവും ഇല്ലാഞ്ഞ കാലത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തില്ലേ. ഞാൻ SLC പാസ്സാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഈ ജോലിക്ക് വന്നുള്ളൂ. ബാക്കി എല്ലാവരും സ്വാഭാവികമായിട്ട് കുടുംബജീവിതത്തിലേക്കാണ് പോയത്. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നത് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും ഒരു വേർപാട് ജീവിതമാണെന്ന് മനസ്സിലായത് 75 ഞാൻ പൂർണ്ണകാലത്തല്ല. 75 കഴിഞ്ഞിട്ട് 80 കഴിഞ്ഞിട്ട് 81 1981 ആണ് ഞാനവിടെ സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. സഭാവസ്ത്രം സ്വീകരിക്കണവരെ ഐ ആം നോട്ട് ദാറ്റ് കോൺഷ്യസ് അബൌട്ട്. എനിക്കത്രയും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇത് സാധാരണ ജീവിതം പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു പോയി ദൈവത്തിന് വേണ്ടി ജോലി ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. സഭാവസ്ത്രം സ്വീകരിക്കുന്ന തലേ ദിവസം ആയപ്പോൾ എൻ്റെ മനസ്സ് കിടുങ്ങിപ്പോയി. കാര്യം ഇനി വേറെ ഒരു ലൈഫാണ്, സെറ്റ് അപ്രാട്ട്. അപ്പോൾ എന്നിട്ട് ദൈവം എന്നാ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ സഭാവസ്ത്രത്തിന് ഭയങ്കര വിലയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല പരീക്ഷകരെ തോപ്പിച്ചിട്ട് അവരെന്നെ പറഞ്ഞു വിടുമെന്നുള്ള കണ്ടീഷൻസ് വന്ന് 2 പ്രാവശ്യം വന്ന്. അപ്പോൾ ഞാൻ കരഞ്ഞു കൂവി കാര്യക്കെട്ടി വീണ്, കർത്താവേ എൻ്റെ ഈ ജന്മം എനിക്ക് അച്ഛനാകണം, എനിക്ക് കുർബാന അർപ്പിക്കണം, എനിക്ക് ദൈവജനത്തിൽ ജോലി ചെയ്യണം, എനിക്ക് മിഷൻ ജോലി ചെയ്യണം, എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ അച്ഛന്മാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞു വിടരുതെന്ന്. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, എപ്പോഴും എന്നെ പറഞ്ഞു വിടരുത്, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നെ എത്രയും വേഗം 2 മണി തൊട്ട് 4 മണി വരെയൊക്കെ ഞാൻ രാത്രി 3 കൊല്ലം അടുപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പോകും ബെഡ് എന്നിട്ട് 3-ാം നിലയിൽ പോയി ഒറ്റയ്ക്കിരിക്കും. 4 മണി വരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടം, കോളേജിൽ പഠിക്കണ PDCക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ പോലും. അപ്പം അത്രയും തീഷ്ണമായി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ ഇടക്കാണ് എനിക്കിതുപോലെ പഠനത്തിൽ പ്രശ്നം വരുമ്പോൾ അവർ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ വിഷമിക്കും. പക്ഷേ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മനഃപൂർവ്വം ഇങ്ങനെ ഉടുപ്പ് തരത്തില്ല, സഭാവസ്ത്രം തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ കശക്കി അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി എന്നെ കരയിപ്പിക്കുന്ന അവസ്ഥ കൊണ്ട് ആക്കി. എന്തിനാണ്? ആ ഉടുപ്പിൻ്റെ വില എന്നെ മനസ്സിലാക്കിയിട്ടാണ് ഉടുപ്പ് തന്നിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഉടുപ്പ് ഊരിയത്തില്ല. ഒരിക്കലും ഞാൻ പേഴ്സെടുത്ത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടാണ് പുറത്ത് ഞാൻ പോകത്തില്ല. ഈ 40 കൊല്ലമായിട്ട് പോയിട്ടില്ല. സാഹിത്യ അക്കാദമി പഠിച്ചപ്പോൾ, തൃശ്ശൂർ പഠിച്ചപ്പോൾ അവിടുത്തെ അച്ഛനായതുകൊണ്ട് അവിടുത്തെ ഈ പബ്ലിക് ക്ലോസറ്റൊക്കെയാണ്. അവിടെ മാത്രമാണ് ഞാൻ പാൻസ് ഇട്ട് പോയിരിക്കുന്നത്. വേറെ പോയിട്ടില്ല, പരമാവധി പോയിട്ടില്ല. പിന്നെ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൂ. ഓക്കെ വിട്ട് ആണ് ഞാൻ ട്രെയിനിൽ കയറണത്. 3-ാമത്തെ ചിലപ്പോൾ നമുക്ക് ബെർത്തൊക്കെ കിട്ടുമ്പോൾ അകലെ യാത്രയ്ക്ക് ചിലപ്പോൾ 3-ാമത്തെ നിലയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കിടന്നിട്ട് ഞാൻ ഉടുപ്പ് വരും. എന്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റുള്ള രീതിയിലാണ് ദൈവം നമ്മളെ വളർത്തിയെടുത്തത്. എന്തിന് വരുന്ന വിഷയം എന്ന് പറയണത്, ഒരിക്കൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇനി നിങ്ങളുടെ കാര്യം എന്നേക്കാൾ സന്തോഷമാണ്. നിങ്ങൾക്കാര്യം നിങ്ങൾ കുടുംബജീവിതത്തിലുള്ളവരാണ്. എനിക്കാണെങ്കിൽ 1 മാസത്തിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് 1 ദിവസം ഒരു പ്രശ്നം ഉണ്ടാവും. അതാണ് വിഷയം. അതായത് എനിക്ക് വേണ്ട ഒരു പുണ്യം ഞാൻ നേടണമെങ്കിൽ 1 മാസത്തെ പറ്റത്തുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും വിഷയം ഉണ്ടാവും. കുടുംബത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ ജീവിക്കുന്നു, അയൽവാസികളുടെ പ്രശ്നം, എല്ലാവരുമായിട്ട് പ്രശ്നമല്ലേ. കാരണം എല്ലാം നിങ്ങളുടെ മേക്കടി കയറാൻ വരും. ഞങ്ങളുടെ അധികം ആൾക്കാർ മേക്കടി കയറാൻ വരത്തില്ല. ഞാൻ പിന്നെ മേക്കടി കയറാമെന്ന് ഞാൻ മിണ്ടത്തില്ല. അവിടെ പോയി കത്തിക്കത്തും ബാക്കി പിടിക്കത്തില്ല. ചിലപ്പോൾ തോറ്റു കൊടുക്കും. എന്താ കാര്യം? ഈശോ ജയിക്കേണ്ട കാരണം ഞാൻ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കത്തില്ല. അങ്ങനെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ ചേട്ടാ മനം ശരിയല്ലെന്നൊക്കെ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. എന്താ പ്രശ്നത്തിൽ ഒരു ഇഷ്യൂ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത അവിടെ എനിക്ക് ജയിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ ചിലപ്പോൾ ഈശോ തോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. അപ്പോൾ അത് കുറച്ച് നാൾ നിങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഒത്തിരി കാര്യങ്ങൾക്ക് പോയി നിങ്ങൾ വാക്കത്തേക്ക് വട്ടം പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചങ്ങോട്ട് വിട്ടുകൊടുക്കുക. ദൈവത്തെ നിങ്ങളെ പ്രധാനപ്പെട്ട ആളായിട്ട് കണ്ടിട്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം തോക്കരുത്, ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം തോക്കരുതെന്ന് പറയണം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം, കാര്യം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവമാണത്. വിശ്വാസം തന്നെ എത്തിക്കണത് ദൈവത്തിലല്ലേ എത്തിക്കണത്. അപ്പോൾ അത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ കസ്തർക്കം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കണമല്ല. അത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പോസിഷനാണ്, നിലപാടാണത്. ഒരു നിശബ്ദ നിലപാടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് നിനക്കും നിൻ്റെ ദൈവത്തിനും എല്ലാവർക്കും അത് എക്സ്പ്ലെയിനബിൾ അല്ല. എല്ലാവരോടും അവർ പറയും ബുദ്ധിമോശം കാണിച്ചില്ലേ, മണ്ടത്തരമില്ലേ,
ഇതെന്താണ് മറ്റുള്ള നമ്മുടെ വായുടെ അകത്ത് കയറി കൈയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അളം പൊട്ടി ആരാണ് കടിക്കാത്തത്, നീ മനുഷ്യരാണെന്നൊക്കെ അത് ചോദിക്കും. ദാറ്റ്സ് ഓക്കെ. അമ്മ ഇതിനെല്ലാം പറ്റിയ ആളാണ്. അമ്മ ദൈവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കലും നഷ്ടപ്പെട്ടതിൻ്റെ അനുഭവം അവർക്ക് മനസ്സിലാക്കിയതാണ്. അവർക്ക് അത്ര ഉത്കണ്ഠയായിട്ട് ഉറങ്ങാത്ത രാത്രിയായിരുന്നു. 2ാമത്തെ ദിവസവും 3-ാം ദിവസമാണ് ഈശോനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ഉറങ്ങാതെ കിടന്ന ദിവസമാണ്. അപ്പോൾ ദൈവം നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. കാര്യം ഞാൻ ജയിച്ചിട്ടോ ഞാൻ ദൈവം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത. ആധ്യാത്മിക ജീവിതം സത്യസന്ധമായ ഒരു നിലപാടുകളാണ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സന്തോഷത്തിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. ഈ മുത്തേടൻ അച്ഛൻ ബൈബിൾ തർജ്ജിമ ചെയ്തപ്പോൾ പറഞ്ഞത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പുതിയ സംസ്കൃത വാക്കൊന്നും അല്ല പുള്ളിക്കാരൻ പറഞ്ഞത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന്. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഈ POCക്കാരൻ്റെ തർജ്ജിമയേക്കാൾ ഞാൻ ഇന്നും മനസ്സിൽ കൊടുക്കണ മുത്തേടൻ ഉൾഗാത്തായി നേരിട്ട് എടുത്തിട്ട് നാട്ടുഭാഷയിൽ സംസാരിക്കും. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ അനുഭവമായിട്ട് ബന്ധമാണത്. പ്രാർത്ഥനയ്ക്ക് ഉള്ളിടത്തോളം മടുപ്പ് വേറെ എന്തിനുണ്ട്? വേറെ ഒന്നിനുമില്ല. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പുള്ള സംഭവം എന്താണ്? പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ പേരെന്താ, ഇമ്മാനുവൽ ഇവിടെ ഒരു 22 വയസ്സുകാരൻ പയ്യൻ വന്നിവിടെ. അപ്പം ഇമ്മാനുവൽ വന്ന് ഇമ്മാനുവലിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ട് അവൾ ലിഫ്റ്റ് ചെയ്ത്, അമ്മയുടെ രൂപ അറിയാമല്ല, അമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ലിഫ്റ്റ് ചെയ്ത് കളയും. നടന്ന് കയറാൻ പറ്റാത്തവരാണ് പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും? അമ്മമാർ ഇപ്പോൾ അമ്മയും കുഞ്ഞും കൂടി പള്ളിയിൽ പോയി, 2 വയസ്സുള്ള കൊച്ചും കൂടി പള്ളിയിൽ കൂടി പോയി, അല്ലെങ്കിൽ അവനത് പനിയാണ്, അത് നടന്നിട്ട് കയറണില്ല, അമ്മ എന്ത് ചെയ്യും? എടുക്കും. ഇത് തന്നെ നിന്നോട് അമ്മ ചെയ്യും. അവൻ്റെ ചേച്ചിയെ ലിഫ്റ്റ് ചെയ്ത് നടന്ന് വരികയെന്ന് മനസ്സിലായപ്പോൾ അമ്മ അരയിലെടുത്തുകൊണ്ട് ജർമ്മനി കൊണ്ടുപോയി. അപ്പോൾ ഇമ്മാനുവലിന് വിശ്വാസമായി, ഞാനും ഒരു പൊട്ടനാട് ജീവിക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയെന്ന് അറിയാമെങ്കിൽ ഇമ്മാനുവലിന് ഉടമ്പടി എടുക്കണം. ചേച്ചി പോയി രക്ഷപ്പെട്ട പോലെ എനിക്കും രക്ഷപ്പെടണം. അവൻ ഇവിടെ വന്ന്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ സ്വരം വളരെ ഭവ്യവും സ്വർഗീയമായി, ഇമ്മാനുവൽ കയറി വരൂ. അവൻ ഞെട്ടിപ്പോയി. ഇമ്മാനുവൽ കയറി വരൂ. അത്രയും കൊതിയോടുകൂടി കൃപാസനം മാതാവ് ആരോ ആണെന്ന് അവൻ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ അമ്മയുടെ സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ അവൻ വിളിച്ചു, ഇമ്മാനുവൽ. അപ്പോൾ എൻ്റെ പേര് വിളിക്കാൻ ആരാണെന്ന് നോക്കിയിട്ട് അവന് പരിചയമുള്ള ആരും ഇവിടെ ഇല്ല. അതാണ്, അവന് പരിചയമുള്ള ആരുമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ട കൂട്ടുകാർ ആരുമില്ല. ഇവിടെ വരുമ്പോൾ ഇമ്മാനുവൽ കയറി വരൂ. അത് കൃപാസന അമ്മ ഒരു സാന്നിധ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആശയമോ ഒരു തിരുസ്വരൂപമോ ഒന്നുമല്ല, അതൊരു സാന്നിധ്യമാണ്. അത് ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ഈ സാന്നിധ്യം. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി നിങ്ങൾ ഉടമ്പടിയിൽ ഒരു 10,000 സാക്ഷി നമ്മുടെ കയ്യിലുണ്ട്. 10,000 ഒന്നും അല്ല കേട്ടോ. ഈ സഭയിൽ ഇതുപോലെ സാക്ഷ്യമുള്ളൊരു പ്രയറില്ല, അത് നിങ്ങൾക്കറിയാം. എന്തുമാത്രം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമുക്ക് ഒരു ദിവസം തന്നെ 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റിയ സാക്ഷ്യമുണ്ട്. 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റി. അപ്പോഴേ ഇത്രയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വരുന്ന ഒരു വിഷയം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സാക്ഷ്യങ്ങളാണ്. രോഗം സുഖപ്പെടുക, അല്ലേ? ഇപ്പം ഇമ്മാനുവൽ കയറി വരാൻ പറഞ്ഞില്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ ആൾ IELTS പാസ്സാക്കി പാക്ക് ചെയ്ത് ആൾ പോയി. ചേച്ചിയുടെ അതേ കോളേജിൽ തന്നെ പോയി, ജർമ്മനിയിൽ. സ്പീഡ് അതായത് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമേ, നടന്നു വരുമ്പോൾ സ്പീഡ് കുറവാണ്. അപ്പം കൈയൊക്കെ പിടിച്ച് നടത്തും ദൈവം, പക്ഷേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. സ്പീഡ് വിത്തിൻ നോ ടൈം, വിത്തിൻ 2 വീക്കൊക്കെ ഈ സംഭവം സെറ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ തന്നെ സെറ്റാകും. അത് ലിഫ്റ്റ് ചെയ്യണമാണ്. അത് വല്ലാത്ത അങ്ങനെ കോരിയെടുക്കും. എടുത്ത് പിന്നെ നമ്മളുടെ ശക്തിയിലല്ല, നിങ്ങൾ എനിക്ക് തോന്നുന്നത് സറണ്ടർ ചെയ്യണമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ അതായത് ദൈവമേ, ഇത് സത്യമായിട്ട് ഞാൻ പറയാണ്, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, നീ ഇത് ഫുൾ ആൻഡ് ഫുൾ 99% ഞാനും 90% നീയും 1% ഞാനും എന്ന് ഞാൻ പറയണില്ല. 1% കൂടി സറണ്ടർ ചെയ്യണം. 100% നീ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാകത്തില്ല എന്ന് തുറന്ന് അങ്ങോട്ട് സറണ്ടർ ചെയ്യണം. പക്ഷേ ഈ സറണ്ടർ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ദൈവസ്നേഹം ഉണ്ടാകണം. നീ ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിൻ്റെ കാര്യം മാത്രം ചെയ്തിട്ട് ഞാൻ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞിരിക്കരുത്. നീ നിനക്കറിയാമല്ലോ, ദൈവം ഏത് ക്ലേശകാലത്തും
ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഐസയ 30:21 എന്താ പറയണത്? കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും പറഞ്ഞ് ക്ലേശത്തിന് ജലവും തന്നാലും എന്റെ ദൈവം മറഞ്ഞിരിക്കില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകും. അപ്പൊ ദൈവം നിന്റെ വഴി നടത്തി തന്നെ ഒരാളാണ്. അതുകൊണ്ടാണ് ദൈവവുമായിട്ട് പിരിയണ ഒരവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയണത്. സാന്നിധ്യത്തിൻ്റെ പ്രോബ്ലം നമുക്ക് കഷ്ടകാലത്ത് നമുക്ക് ഇടം വരം തിരിഞ്ഞു നോക്കുമ്പോൾ പല പല പരിഹാരങ്ങൾ പല പല രീതിയിൽ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് പറ്റിയ. ഇപ്പം ഞാൻ ചിലരോട് പറയല്ല, വെയിറ്റ് ചെയ്യും, നിങ്ങൾ തീരുമാനമൊന്നും എടുക്കരുത്. 10 ഡേറ്റ് ഇട്ട് കൊടുക്കും, 48 ദിവസം. 48 ദിവസം ഒന്നും ഇല്ല. ഇപ്പം വസ്തു വിൽപ്പന, ജപ്തി, അങ്ങനെ പല പ്രശ്നങ്ങൾ, മാളെ കെട്ടിക്കൽ, പറമ്പ് വിൽക്കൽ, ഇങ്ങനെ പല പല വിഷയത്തിൽ വിഷമിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. എന്താ കാര്യം? ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തുകയുള്ളൂ. മക്കളാണെങ്കിൽ അവരുടെ കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മുടെ മേക്കിട്ട് കയറും. നമുക്കാണെങ്കിൽ വീട്ടിൽ വരാൻ തോന്നണമില്ല. കാര്യം ഭക്ഷണം തന്നെ ഓരോരുത്തരും കിട്ടിയെങ്കിൽ അവിടുന്ന് കഴിക്കാം. ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തരും മോന്തയും കണ്ടിട്ട് അവരത് ചെയ്തായിരുന്നു, അവിടെ പോയായിരുന്നു, അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു. ഊട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കളാ ഈ ബുദ്ധിയും ബോധമില്ലാത്ത പെണ്ണുങ്ങൾ നമ്മളെ പിന്നെ പിരികേറ്റും. അവരെന്ത് പറഞ്ഞു? അവിടെ പോയില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. ചില കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യമാരായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിന് അവർക്കറിയത്തില്ല ഇയാളെങ്ങനെയാണെങ്കിൽ പുള്ളിപ്പടുത്ത് വരികയാണോ. അവരോട് ഊട് കഴിക്കുമ്പോൾ അവരോട് ഊട് കഴിക്കുമ്പോൾ സംസാരിച്ച് പിന്നെ മറുപടി അവസ്ഥ നമ്മൾ ഇട്ടു പോകും. അപ്പോൾ അതേ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി ദൈവത്തോട് പറയണം. ഇവരോട് സംസാരിച്ച കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് 10-15 കൊല്ലം ജീവിക്കുമ്പോൾ അതെന്ത് ഉരുപ്പടിയാണ് നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മരണം വരെ നിങ്ങൾ എനർജി ചിലവാക്കിയിട്ട് കാര്യമുണ്ടാവും? ഒരു കാര്യമില്ല. നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരു 5 കൊല്ലം ജീവിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭർത്താവ് എന്ത് ജാതിയാണ്, ഭാര്യ എന്ത് ജാതിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ വിഷയം സംസാരിച്ച പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തോട് പറയുക. അവിടുത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കണം. നമ്മുടെ ആന്തരിക ആത്മാവിന് പ്രാണവായു കൊടുക്കാൻ വേണ്ടി കടലിൽ അലകളുള്ളതുപോലെ, അലകളിൽ ഓക്സിജൻ ജനിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യാശയുടെ, ദൈവകൃപയുടെ ഓക്സിജൻ, പ്രാണവായു, കൃപ രൂപപ്പെട്ടു വന്നിരിക്കും. ഇത് ഇട്ടത്തക്കത്തിനാണ് സംഭവിക്കുന്നത്. ഇത് വിവേചിക്കണം കൊണ്ടാണ് മറിയം അങ്ങനെയുള്ള തക്കങ്ങളിലൂടെ പോകുമ്പോൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജീവിതത്തിന്റെ ഇരുട്ട് തക്കങ്ങളിലെ ആത്മാവിന്റെ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന അലയൊലികളുടെയും കാലങ്ങളിലെ കർത്താവേ കൃപയാർജിക്കുന്ന പരിസ്ഥിതിയെ വിവേചിച്ച് മനസ്സിലാക്കി അത് പരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. പ്രാർത്ഥനയോടെ, മടുപ്പ് കൂടാതെ പ്രാർത്ഥനയോടെ, ഇടതടവില്ലാതെ പ്രാർത്ഥനയോടെ അങ്ങേ അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ പേര് ജിൻസി, ഇതെൻ്റെ ഭർത്താവ് എൽസൺ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഹാനോ. ഞങ്ങൾ പാങ്കോട് സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് തിരുക്കുമാരൻ വഴി മാതാവ് തിരുക്കുമാരൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് തന്ന 1000 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇന്ന് കൃപാസനത്തിൽ വന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 മെയ് മാസം 11-ാം തീയതിയായിരുന്നു. അന്ന് എൻ്റെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിവാഹത്തെ പറ്റിയായിരുന്നു അന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടി. അതുവഴി എൻ്റെ വിവാഹം നടന്നു. ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം വിവാഹം 2021 ജനുവരി 21-ാം തീയതിയായിരുന്നു വിവാഹം നടന്നത്. അന്ന് മുതൽ ഞങ്ങൾ പ്രീ മാരേജ് കോഴ്സിന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ രാത്രിക്ക് ഉറങ്ങാൻ നേരത്ത് 2 പേരും കൈ പിടിച്ച് ശബ്ദത്തോടെ പ്രാർത്ഥിക്കണം, ദൈവമേ നമുക്ക് കുഞ്ഞുങ്ങൾ നൽകാനായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അന്ന് മുതൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു നിയോഗം വെച്ചിട്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഇടയ്ക്ക് സൗദിയിലെ മിനിസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം, പ്രത്യേകിച്ച് ലീവ് അവിടെ നിന്ന് കിട്ടത്തില്ല. വർഷത്തിൽ 1 പ്രാവശ്യം ആ ലീവ് കിട്ടത്തുള്ളൂ. എൻ്റെ കാര്യത്തിൽ വർഷത്തിൽ 3 പ്രാവശ്യം എനിക്ക് തിരുക്കുമാരൻ വഴി മാതാവ് എനിക്ക് ലീവ് തന്നു.
അവസാനമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അബുദാബിയിലായിരുന്നു. അവസാനമായിട്ട് അബുദാബി പോയത് ഒക്ടോബർ മാസം 23-ാം തീയതി. അന്ന് പോയപ്പോഴും ഒരുപാട് ദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ പരിശുദ്ധ അമ്മയുടെ കാശിരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പം സംഭവിച്ചത് എന്താ, ഒരു വലിയ കഥയായിട്ട് എനിക്ക് പറയേണ്ടത്. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്, എൻ്റെ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല, കാരണം നിങ്ങളുടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്ത് 48 മണിക്കൂർ ദിനം 15 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ സമയം കഴിയും, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ഞാൻ ആരോടും പറയില്ല, ചേട്ടായിനെ വിളിച്ചു കാര്യം പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത മാതാവ് തരികയാണ്, ടിക്കറ്റ് വേഗം പോയി ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. അപ്പം കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ തന്നെ സെൻറ്റർ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂറുള്ള അർജൻറ്റ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടുമായിരുന്നു. ആ റിസൾട്ടുമായിട്ട് എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട വന്നില്ല. മിനിസ്റ്റർ ടിക്കറ്റ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 250 റിയാൽ എക്സ്ട്രാ കൊടുത്ത് എനിക്ക് വേഗം ടിക്കറ്റ് കിട്ടി. അന്ന് 1:45 ഫ്ലൈറ്റിന് എനിക്ക് ചേട്ടാടി എടുത്ത് പോകാനുള്ള വലിയ ഭാഗ്യം കിട്ടി. ആ പ്രാവശ്യം പോയി. അപ്പം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് കൃപാസനത്തിൽ തൈലം വയറ്റിൽ കുരിശടയാളം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങളെ ഡിസംബർ മാസം 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം 2:30 ആ ഒരു ദിവസം എനിക്ക് എപ്പോഴും ഞാൻ ചിന്തയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചേട്ടാടി ഇരുന്ന് വന്നു. അത് കഴിഞ്ഞ് നവംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ ധ്യാനം മുട്ടേ കുത്തി നിന്ന് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നായിരിക്കും. ഞാൻ OET എഴുതാൻ പോകുമായിരുന്നു ഡിസംബർ 4-ാം തീയതി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിത് 2 ഓപ്ഷൻ തന്നാൽ എനിക്ക് ആദ്യം വേണ്ടത് കൊച്ചിനെയാണ്, അത് കഴിഞ്ഞിട്ട് OET തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഡിസംബർ 6-ാം തീയതി വൈകിട്ട് 6:45 എനിക്ക് പെട്ടെന്ന് തോന്നുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുമ്പം എൻ്റെ റിസൾട്ട് പോസിറ്റീവായിരുന്നു. അപ്പം ഞാൻ ചേട്ടായിയുടെ അടുത്ത് എന്തുകൊണ്ടായാലും അപ്പം തന്നെ ഞാൻ വിളിച്ച് പറയുന്നത്, പക്ഷേ ഈ കാര്യം പറഞ്ഞില്ല. എനിക്കറിയാം ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ ദിവസമേ ഞാൻ പറയത്തുള്ളെന്ന് ഓർത്ത് 2:30 ആയപ്പോൾ, അന്ന് രാത്രി വെളുപ്പിന് 2:30 ആയപ്പം ഞാൻ എൻ്റെ ഭർത്താവിന് വിളിച്ച് പറഞ്ഞു കാര്യം. അപ്പം തന്നെ ഞങ്ങൾ ചേട്ടായിനെ ചേച്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു. അതിനുശേഷം എൻ്റെ OET റിസൾട്ട് വന്നു. എനിക്ക് ലിസണിങ്ങിന് 330 ആയിരുന്നു. ബാക്കി എല്ലാത്തിനും UK-ക്കുള്ള റിക്വയർഡ് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യകാല സമയത്ത് വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ ഓർത്ത് റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ കൊടുത്തു, അന്നേരം കിട്ടിയില്ല. ഒരു സാമാന്യ മനുഷ്യനെന്ന നിലയിൽ എനിക്കപ്പം വിഷമം തോന്നി. മാതാവ് എന്നാലും എനിക്ക് റിസൾട്ടിൽ പോസിറ്റീവ് തന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നിങ്ങനെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ എക്സിറ്റ് അടിച്ച് പോകുന്നു. അപ്പം മാർച്ച് 12-ാം തീയതിയാണ് ഞാൻ നാട്ടിലേക്ക് പോരുന്നത്. കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് OET-യുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല ആ സമയത്ത്. അപ്പം ഞാൻ OET-യുടെ എക്സാം പരീക്ഷ പോയി എഴുതി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല ഏട്ടായി, ഉറപ്പായിട്ടും കിട്ടത്തില്ല. അതിനുശേഷം എൻ്റെ 5-ാം മാസത്തിലെ സ്കാനിങ് കടന്നു വന്നു. 5-ാം മാസത്തിലെ സ്കാനിങ് വിചിത്രമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു അനുഭവം എനിക്കുണ്ടായി. കാരണം 5-ാം മാസം സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഭയങ്കര ഹാർട്ട് കൊച്ചിനെ ചെക്ക് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു NT ട്യൂബ് തിക്നെസ്, അറിയാമായിരിക്കും നേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, നക്കൽ ട്യൂബ് തിക്നെസ് എന്ന് പറയും, 7.1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡൗൺ സിൻഡ്രോമിൻ്റെ ചാൻസ് ആണ്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ എന്നും മാതാവിനെ വിളിച്ച് കാശിരൂപം വെച്ചുകൊണ്ടാണ് സ്കാനിങ്ങിന് കയറുന്നത്. അപ്പം എനിക്ക് അത്രയും നാളുള്ള എല്ലാ സ്കാനിങ്ങും നോർമലായതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തകർന്നു പോയി. പക്ഷേ ഞാൻ അവിടെ കുലുങ്ങിയില്ല. അപ്പം തന്നെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനം ഇവിടെ ഉണ്ട്, ഞാൻ ധൈര്യമായിട്ട് വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ ചേട്ടായിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ചേട്ടായി ലീവിന് വന്ന അന്ന് തന്നെ ഒരു പച്ച വെള്ളം പോലും കുടിക്കാതെ, 6-ാം മാസം തുടങ്ങാറായിരുന്നു, ഞാൻ പച്ച വെള്ളം പോലും കുടിക്കാതെ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് കൃപാസനം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അച്ഛൻ വയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചു, പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിട്ടു. അന്ന് മുതൽ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, കൃപാസനത്തിൽ തൈലം തേച്ച്. എന്ന് രാവിലെ 5:30 എത്ര ഉറക്കത്തിലാണ് നമ്മൾ എണീറ്റിരുന്ന് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീട്ടുകളിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എന്തിനാ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയത്തില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ ട്രിപ്പിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു സാമ്പിൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നു. അത് ഒരു കുഴപ്പമില്ല കുഞ്ഞിനെന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ OET റിസൾട്ട് വന്നു. അത് ഞാൻ പാസ്സായി. എനിക്ക് ഓൾ ബി എനിക്ക് അതിനകത്ത്, കാരണം ക്ലബിംഗ് സ്കോർ ആയിരുന്നു എനിക്ക്. അതിലെന്തിനാണ് കുറവ് വന്നിരുന്നത് അതിനും അടക്കം എനിക്ക് B ഗ്രേഡോട് കൂടി എനിക്കിന്ന് ഏത് കൺട്രിയിലും തന്നെ പോകാനായിട്ട്, ന്യൂസിലൻഡോ UK എവിടെ വേണമെങ്കിലും പോകാനുള്ള ദൈവം ഒരു വലിയ ഹിതം തന്നു. അങ്ങനെ ഈ തന്ന വലിയ ഒരു അനുഗ്രഹത്തിന് 1000 നന്ദി. അതുപോലെ ഞങ്ങളുടെ ചേച്ചിയാണെങ്കിൽ പ്രത്യേകം ഭയങ്കര വിഷമമായിരുന്നു. ചേച്ചിക്ക് അയർലൻഡിൽ പോയിട്ട് വീട് കിട്ടുന്നില്ലായിരുന്നു. ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗത്തിൽ ഒന്ന് ചേച്ചിയുടെ കാര്യമായിരുന്നു. ചേച്ചിക്ക് നല്ലൊരു ഭവനം നൽകി ചേട്ടായി പോകാൻ പറ്റി. ചേട്ടായിക്ക് ഉണ്ടായിരുന്ന ജോലിയിനേക്കാളും ഉയർന്നൊരു ജോലി, നല്ല ശമ്പളത്തിൽ ചേട്ടായിക്കും ചേച്ചിക്കും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി.
ഇന്ന് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. അതുകൂടാതെ ആദ്യം ഞാൻ OET എഴുതുന്നതിന് മുമ്പ് DHAയുടെ എക്സാം എഴുതിയിരുന്നു. അതെനിക്ക് പാസ്സാവാൻ സാധിച്ചത് കാശ് രൂപ മുഖാന്തരം ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ CBDയുടെ എക്സാം എഴുതി, അതും എനിക്ക് കാശ് രൂപ മുഖാന്തരം കിട്ടിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പിന്നെ ചേട്ടായി ദുബായിൽ ഗോൾഡൻ ചാൻസ് എന്നൊരു അബുദാബിയിലൊരു ഇതുണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിന്. അപ്പോൾ ആ ഒരു ആവശ്യത്തിനെ പ്രതി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന റൂമിൽ ഇരുന്ന് മുട്ടയെ കുത്തിയത് ചൊല്ലുന്ന സമയത്താണ് ചേട്ടായി ഗോൾഡൻ ചാൻസിന് ഇതിന് പോയത്. ചേട്ടായിക്ക് അതുവഴി ഗോൾഡൻ ചാൻസിലൂടെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസ് ആണെന്ന് കിട്ടാനും സാധിച്ചു. അതുപോലെ 2 കുട്ടികളെ എനിക്ക് OETയുടെ പരീക്ഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇവർ റീവാലുവേഷന് കൊടുക്കുന്ന കാര്യമായിരുന്നു ഒരാളുടെ. ആ കൊച്ചിന് റീവാലുവേഷന് പാസ്സാവാൻ സാധിച്ചു. അതുപോലെ തന്നെ വേറെ എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചിന്, ആ കൊച്ചിനും പാസ്സായി. അവൾ ഇന്ന് UK വേണ്ടി പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരിക്ക് 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അതോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അവൾ ഹിന്ദുവാണ്. ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥനാ സഹായം എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ചയ്ക്ക് ശേഷം അവൾ വിളിച്ച് പറഞ്ഞു, അവൾക്ക് വിശേഷമുള്ള കാര്യം പറഞ്ഞു. ഇതുപോലെ 1000 അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനും പ്രത്യേകമായ നന്ദി പറയാം.